വിവാഹം കഴിഞ്ഞ് മരുമകളായിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ആ മരുമകൾക്ക് ചില റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എൻ്റെ മരുമകളെ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അതായിരിക്കണം ചെയ്യേണ്ടത്, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ നിങ്ങൾ അതിന് വിപരീതമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിലോ, നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം, ആഗ്രഹങ്ങൾ ഉണ്ടാവാം. പക്ഷേ അവിടെയുള്ളവർ അതിൻ്റെ ചിറകുകൾ അരിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങും. ആദ്യം ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക, പിന്നെ പിന്നെ അത് വലുതാവാൻ തുടങ്ങും. ആ ഒരു സാഹചര്യത്തിൽ ബോൾഡായിട്ട് തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഇൻലോസ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധത്തിൽ ഇരിക്കാനേ പാടില്ല. കാരണം അവരുടെ മനസ്സിലോ അവരുടെ ചിന്തയിലോ അവരുടെ സ്വപ്നങ്ങളിലോ നിങ്ങളുടെ ആ സ്വപ്നം ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് തുടങ്ങുക. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ആ ഒരു വഴിയിൽ ചിലപ്പോൾ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതും ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവിടെ തീർന്നു പോകും എന്നുള്ളതാണ്.